Hello guys, welcome to Half Page Academy. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ടർ റിസോഴ്സസിന്റെ ബാക്കി 5 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The rainfall on 5 successive days in a catchment were measured as 3, 8, 12, 6 and 2 centimeter. If the total runoff at the outlet from the catchment was 15 centimeter, the value of the phi index in mm per hour is 0, 1.04, 1.53, sufficient information not available. Simple ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ഫൈ ഇൻഡെക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫൈ ഇൻഡെക്സിൽ നമുക്ക് എന്താണ് ജസ്റ്റ് നമുക്ക് അറിയാം എന്താണ് റെയിൻഫോൾ മൈനസ് റൺ ഓഫ് ബൈ ടൈം പീരീഡ്. ഓക്കെ, ജസ്റ്റ് അത് ചെയ്താൽ മതി. എന്താണ് റെയിൻഫോൾ എത്രയാണ്? 3 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 6 പ്ലസ് 2 മൈനസ് റൺ ഓഫ് എത്രയാണ്? 15. ഓക്കെ, ഡിവൈഡ് ബൈ ടൈം പീരീഡ് എത്രയാണ്? ടൈം പീരീഡ് 5 സക്സസീവ് ഡേയ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ബൈ 5. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എത്രയാണ് വരുന്നത്? 16/5 എന്ന് കിട്ടും. അഗെയിൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3.2 സെന്റിമീറ്റർ പെർ ഡേ എന്ന് കിട്ടും. ഇനി നമുക്ക് ഒബ്സർവേഷൻ നമുക്ക് നോക്കാം. 3 and 2 എന്ന് പറയുന്നത് 3.2-നെക്കാട്ടിൽ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ഡേയ്സിൽ റൺ ഓഫ് പ്രൊഡ്യൂസ് ആവുന്നില്ല എന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ഡേയിൽ റൺ ഓഫ് പ്രൊഡ്യൂസ് ആവുന്നില്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബാക്കി കൺസിഡർ ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 5 ഈക്വൽ ടു 8 പ്ലസ് 12 പ്ലസ് 6. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ 3ഉം 2ഉം നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, മൈനസ് 15 ഡിവൈഡഡ് ബൈ ഡേയ്സിലും കുറയ്ക്കണം 5. ഓക്കെ, 5 അല്ല, 5 ആയിരുന്നു നേരത്തെ. അപ്പോൾ -2 ചെയ്യുമ്പോൾ 3 കിട്ടും. ക്ലിയർ ആണല്ലോ? അഗെയിൻ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 11/3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 3.6. ഓക്കെ, 3.67 സെന്റിമീറ്റർ പെർ ഡേ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് നമുക്ക് mm പെർ അവറിലാണ് ആൻസർ വേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെ കൺവേർട്ട് ചെയ്യണം. 3.67 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ഡേയ്സിനെ അവറിൽ കൺവേർട്ട് ചെയ്യാൻ ഡിവൈഡ് ബൈ 24. ഓക്കെ, അഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1.53 mm പെർ അവർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 1.53. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്? ജസ്റ്റ് നമുക്കറിയാം ഫൈ ഈക്വൽ ടു റെയിൻഫോൾ മൈനസ് റൺ ഓഫ് ബൈ ടൈം പീരീഡ്. ഒബ്സർവേഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മുടെ വാല്യൂ കിട്ടുന്നത് ഒരിക്കലും നമ്മുടെ തന്നിട്ടുള്ള വാല്യൂവിനെക്കാട്ടിൽ കൂടാൻ പാടില്ല. കൂടിയാൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A 12-hour unit hydrograph of 1 centimeter excess rainfall of a catchment is of a triangular shape with the base width of 144 hour and a peak discharge of 23 meter cube per second. The area of catchment in kilometer square round off to the nearest integer is എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണിതും. ഏരിയ ഇൻ എന്താണ്? നമുക്ക് ഏരിയ കിലോമീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ കിലോമീറ്റർ സ്ക്വയർ ആകുമ്പോൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10�6 മീറ്റർ സ്ക്വയർ ആകും. ഓക്കെ, ഇൻറ്റു എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 1 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കൺവേർട്ട് ചെയ്യുമ്പോൾ മീറ്ററിൽ കൺവേർട്ട് ചെയ്യണം. മീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻². അഗെയിൻ അപ്പോൾ നമുക്കിത് ഫുൾ പാരാമീറ്റർ എന്താണ് കിട്ടുന്നത്? വോള്യൂം നമുക്ക് കിട്ടി. ഓക്കെ, വോള്യൂം ഓഫ് റൺ ഓഫ് നമുക്ക് കിട്ടി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് ഇവിടെ വരുന്നത്? 144 അവർ. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ സെക്കൻഡ്സിൽ കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 3600. ഓക്കെ, ഇൻറ്റു പീക്ക് എത്രയാണ്? ഹൈറ്റ് എത്രയാണ്? 23. ഓക്കെ, അപ്പോൾ 23 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏരിയ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ നമ്മൾ ഫൈനലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്രയാണ് വരുന്നത്? 596 കിലോമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണ്? 596 കിലോമീറ്റർ സ്ക്വയർ ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഓർഡിനേറ്റ് ഓഫ് എ 2-hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ഫോർ എ കാച്ച്മെന്റ് ആർ ഗിവൺ ആസ്. ടൈം തന്നിട്ടുണ്ട് എത്രയാണ്? 0, 1, 2, 3, 4. ഓർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് ഇൻ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് 0, 5, 12, 25, 41. The ordinate in meter cube per second of a 4-hour unit hydrograph for this catchment at the time of 3 hour would be എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 hourന് തന്നിട്ടുണ്ട്, നമുക്ക് 4 hourന്റെ കണ്ടുപിടിക്കണം. 2 hourന്റെ തന്നിട്ടുണ്ട്, നമുക്ക് 4 hourന്റെ കണ്ടുപിടിക്കണം. ഓക്കെ, 2 hourന്റെ നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ 4 hourന്റെ കണ്ടുപിടിക്കണം. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് നമുക്ക് ഡിസ്പ്ലേസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇവിടെ നമുക്ക് ഡിസ്പ്ലേസ് ചെയ്യണം. എന്താണ് ഡിസ്പ്ലേസ് ചെയ്യേണ്ടത്?
നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, 0 അതേപോലെ 5. അപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ അതിനെ ആഡ് ചെയ്യുവാണെങ്കിൽ എത്രയാണ് വരുന്നത്? നമ്മുടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? 3 അവറിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 25 + 5 25 + 5 ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യേണ്ടത്? എത്ര ഡിഫറൻസ് ആണുള്ളത്? 2 ആണ് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ബൈ 2. അപ്പോൾ ജസ്റ്റ് നമുക്ക് 30/2 എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 15. ഓക്കെ, അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 15 m³/s ആണ് ആൻസർ വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ ക്വസ്റ്റൻ ചോദിച്ചാൽ 2 ഹവറിന് തന്നിട്ടുണ്ട്, അതേപോലെ 4 ഹവറിന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു പാരാമീറ്ററിനെ ഡിസ്പ്ലേസ് ചെയ്യണം. ഓക്കെ, 2 ഹവറിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ വരും. ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ സിമ്പിൾ ആയിട്ട് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റൻ? ദ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ഇൻ റെസ്പോൺസ് ടു 5 cm rainfall excess in a catchment is shown in the figure. The area of catchment is expressed in hectares is എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. നമുക്ക് ഏരിയ ഓഫ് കാച്ച്മെന്റ് നമുക്ക് കണ്ടുപിടിക്കണം. എന്താണ് ചെയ്യേണ്ടത്? ഏരിയ അഗെയിൻ ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് ഹെക്ടറിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മീറ്റർ സ്ക്വയറിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁴ ഇൻറ്റു 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സെന്റിമീറ്റർ നമുക്ക് മീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻². ഓക്കെ, ഈക്വൽ ടു എത്രയാണ് വരുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് വരുന്നത്? 6 അവേഴ്സ് ആണ്. 6 അവേഴ്സിന് നമുക്ക് സെക്കൻഡ്സിൽ കൺവേർട്ട് ചെയ്തു. 3600 ഇൻറ്റു എന്താണ് ചെയ്യേണ്ടത്? ഇൻറ്റു 1. ഓക്കെ, ഇതാണ് നമുക്ക് വരുന്നത്. ടോട്ടൽ ഇത്രയാണ്. ഹൈറ്റ് വരുന്നത് 1, അതേപോലെ ബേസ് വരുന്നത് 6. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനും നമുക്ക് എന്താണ് എന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്റെ വാല്യൂ വരുന്നത് കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് 21.6 ഹെക്ടേഴ്സ് ആണ് വരുന്നത്. ഓക്കെ, 21.6 ഹെക്ടർ. ക്ലിയർ ആണല്ലോ? ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? A watershed got transformed from rural to urban. Okay, watershed transform ആവാണ് from rural to urban. That is urbanization. Okay, over a period of time. The effect of urbanization on storm runoff hydrograph from the watershed is to decrease the volume of runoff, increase the time to peak discharge, decrease the time base, decrease the peak discharge. ഓക്കെ, അപ്പം ഇത് നമുക്ക് നോക്കാം. എന്താണ് അർബനൈസേഷന്റെ ഒരു കൺസെപ്റ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം അർബനൈസേഷൻ ആകുമ്പോൾ എന്താണ് ആവുന്നത്? റോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, കോൺക്രീറ്റ് റോഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചാനലൈസ്ഡ് ഫ്ലോ നമുക്ക് കിട്ടും, പൈപ്പ് കിട്ടും, അഡ്വാൻസ് ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന്റെ ബേസിലാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് നമ്മുടെ അർബനൈസേഷൻ ആകുമ്പോൾ വോള്യൂം ഓഫ് റൺ ഓഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അർബനൈസേഷൻ ആകുമ്പോൾ എന്താണ് ഹൗസസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും, അതേപോലെ നമുക്ക് കോൺക്രീറ്റ് റോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ എന്താണ് ഇൻഫിൽട്രേഷന്റെ റേറ്റ് എന്താണ് ആവുന്നത്? ഇൻഫിൽട്രേഷൻ നമ്മുടെ കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇൻഫിൽട്രേഷൻ കുറഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നം? ഇൻഫിൽട്രേഷൻ കുറയുമ്പോൾ റൺ ഓഫ് കൂടും. ഓക്കെ, ഇൻഫിൽട്രേഷൻ കുറയുമ്പോൾ നമ്മുടെ റൺ ഓഫ് കൂടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഡിക്രീസ് ഇൻ വോള്യൂം ഓഫ് റൺ ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും അല്ല, ഡിക്രീസ് എന്തായാലും ആവത്തില്ല, വോള്യൂം ഇൻക്രീസ് ആവത്തുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇൻക്രീസ് ദ ടൈം ടു പീക്ക് ഡിസ്ചാർജ്. ഇൻക്രീസ് ദ ടൈം ടു പീക്ക് ഡിസ്ചാർജ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ സോയിൽ എടുക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഫ്ലോ എങ്ങനെയായിരിക്കും? നമ്മുടെ എർത്ത് ആൻഡ് ചാനലായിരിക്കും. ഓക്കെ, അപ്പോൾ സോയിൽ ആകുമ്പോൾ എന്താണ് നമ്മുടെ ഫ്രിക്ഷൻ ഇവിടെ കൂടുതലായിരിക്കും. ഫ്രിക്ഷൻ എന്താണ് കൂടുതലായിരിക്കും? ബിക്കോസ് നമ്മുടെ ചാനലൈസ്ഡ് എർത്ത് ആൻഡ് ചാനലാണ് നമുക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ എന്താണ് നമുക്ക് പ്രശ്നം? ഫ്രിക്ഷൻ കൂടുതലാണ്, അതേപോലെ നമുക്ക് എർത്ത് ആൻഡ് ഷോൾഡർ ആണ്. ഓക്കെ, എർത്ത് ആൻഡ് ചാനലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, എർത്ത് ആൻഡ് ചാനലാണ്, അപ്പോൾ ഫ്രിക്ഷൻ കൂടുതലാണ്. അതേപോലെ നമുക്ക് എന്താണ് അറിയാം? ടൈം പീരിയഡ് എന്ന് പറയുന്നത് സോയിലിന്റെ കേസിൽ കൂടുതലായിരിക്കും. ഓക്കെ, ടൈം പീരിയഡ് എന്ന് പറയുന്നത് സോയിലിന്റെ കേസിലാണെങ്കിൽ കൂടുതലാണ്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? അർബനൈസേഷന്റെ കേസാണ്. ഓക്കെ, അർബനൈസേഷൻ ആകുമ്പോൾ എന്താണ് നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം ഫ്രിക്ഷന്റെ വാല്യൂ കുറവായിരിക്കും. ബിക്കോസ് എന്താണ് റോഡാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്, കോൺക്രീറ്റ് റോഡാണ്, അതേപോലെ പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ കോൺക്രീറ്റ് റോഡാണ്. അപ്പോൾ എന്താണ് ഫ്രിക്ഷന്റെ വാല്യൂ ഇവിടെ കുറവായിരിക്കും. സോയിലിന്റെ കേസിൽ എന്താണ് ഫ്രിക്ഷന്റെ വാല്യൂ കൂടുതലായിരിക്കും, അതായത് എർത്ത് ആൻഡ് ചാനലാണ്, അതുകൊണ്ട് ഫ്രിക്ഷന്റെ വാല്യൂ കൂടുതലായിരിക്കും. അതേപോലെ നമ്മുടെ റോഡിന്റെ കേസാണ്, പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ അവിടെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ടൈം ഇവിടെ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ടൈം ബേസ് എന്ന് പറയുന്നത് കുറവായിരിക്കും ഇൻ കമ്പയർഡ് ടു ദിസ്. ഇവിടെ ടൈം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇവിടെ ടൈം എന്തായിരിക്കും? കൂടുതൽ. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് എന്താണ്? ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഇൻക്രീസ് ദ ടൈം ടു പീക്ക് പീരിയഡ്. ഇത് എന്തായാലും അല്ല. ഓക്കെ, ഡിക്രീസ് ടൈം പീരിയഡ് ആണോ? യെസ്, ഡിക്രീസ് ആണ്. ബിക്കോസ് നമ്മുടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്താണ്? റോഡാണ്. റോഡിലാകുമ്പോൾ എന്താണ്? കോൺക്രീറ്റ് റോഡാണ്, പൈപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് സിസ്റ്റം ആണ്. അപ്പോൾ എന്താണ് ടൈം ബേസ് കുറയും. ഓക്കെ, അതേപോലെ ഡിക്രീസ് ദ പീക്ക് ഡിസ്ചാർജ്.
പീക്ക് ഡിസ്ചാർജ് എന്താണാവുന്നത്, ഡിക്രീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്വിയസ്ലി ഡിക്രീസ് ആവത്തില്ല, പീക്ക് ഡിസ്ചാർജ് ഇൻക്രീസ് ആണ് ആവുന്നത്. ഓക്കെ, നമ്മൾ അർബനൈസേഷൻ കഴിയുമ്പോൾ എന്താണ് നമ്മുടെ ഡിസ്ചാർജ് ഇൻക്രീസ് ആണ് ആവുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.